ആ പറടാ, നിന്നെ കാണാൻ മറ്റേ മാർക്കോ സിനിമയിലത്തെ മാർക്കോനെ പോലെ തന്നെയുണ്ട്. അത് എല്ലാവരും പറയാറുണ്ട്, പിന്നെ ഞാൻ അധികം കാര്യമായി എടുക്കാറില്ല. അപ്പം തറയിരുന്ന് ചെസ്സ് കളിക്കാം. എന്താ ചെക്ക എന്നെ പറ്റി പറഞ്ഞത് കേട്ടാ? എന്താ നീ ഇവനെ തെറി പറഞ്ഞാ? തെറിയൊന്നുമല്ല, ഞാൻ മറ്റേ മാർക്കോ സിനിമയില് മാർക്കോനെ പോലെയുണ്ട് ആറ്റിറ്റ്യൂഡ്. മാർക്കോ ഞാൻ തുപ്പും കേട്ടല്ലോ. ഓ, ആ പഞ്ച് കറക്റ്റ് മാരിനെ പോലെ തന്നെയുണ്ട്. കണ്ണാടി കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു, എടുത്തിട്ട് വരായിരുന്നു. അത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആഫ്രിക്കയിലെ കുരങ്ങനെ പോലെ ഉണ്ടാവും. കണ്ട, അപ്പോൾ അവൻ സമ്മതിച്ചു. അവൻ ആ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ആ സാധനമാണെന്ന് അവൻ സമ്മതിച്ചു. അവൻ കാരണം അവൻ കണ്ണാടി കൂടെ എപ്പോഴും നോക്കാറുണ്ട്. ഇതെന്ത് വല്ല എൻ്റെ നേർക്ക് വരുന്നത്? ഓ, മാരി ആയിരിക്കില്ല, ചിലപ്പോൾ നാറിയായിരിക്കും. അസൂയ എന്നൊക്കെ പറഞ്ഞത് ഇവനെ കഴിഞ്ഞിട്ടേ വേറെ ആർക്കും ഉള്ളൂ കേട്ടോ. ഓ, നേരത്തെ എന്നെ മാർക്കോ എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ രോമാഞ്ചമാണോ അടിച്ചത്? രോമാഞ്ചമല്ല, രോമമൊക്കെ ചത്തുപോയി. ഇനിയൊക്കെ പുതിയത് പിടിപ്പിക്കേണ്ടി വരും. ഇന്ദ്രവൻ, എടാ ഞാൻ മാർക്കോ അല്ലേ? ആ, നീ മാർക്കോ ആണ്. അത് കേട്ടാ മതി. ഇവിടെ എടാ, നീ ഇവനെ ശ്രദ്ധിച്ച? ഇവൻ മാർക്കോ എന്ന് പറയുമ്പോൾ തൊട്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വിചാരം ആറ്റിറ്റ്യൂഡ് മാൻ എന്നാണ്. 1000 പേര് വന്നാലും ഒറ്റയ്ക്ക് നിന്ന് നേരിടുന്നവനാണ് മാർക്കോ. അതാണ് പടാ. കഴിഞ്ഞ വർഷം നേസർ പിള്ളേൻ്റെ ഉപ്പുമാവ് തട്ടിപ്പറിച്ചിട്ട് അവന്മാൻ്റെ നിന്ന് അടി കൊണ്ടവനല്ലടാ നീ. ഇവിടെ നിന്ന് രോമാഞ്ചം കൊള്ളാൻ പറ്റത്തില്ല. വാടാ, നമുക്ക് വേറെ എവിടേക്കും പോവാ. അതായിരിക്കും നല്ലത്. വാ, ഞാനും വരാം. നീ എവിടേക്കാണ് വരുന്നത്? ഞാൻ എവിടേക്ക് പോയാലും ഇവനെന്തിൻ്റെ അട്ടനെ പോലെ ഒട്ടിയിരിക്കുന്നു? അതിന് അട്ട ഒട്ടാറില്ല, ചോര പിടിക്കാറാ പതിവ്. മെണ്ടെ, നാളെ തന്നെ ഇവിടുന്ന് രാജ്യം വിടണം. സാബിത്തെ, എനിക്ക് നല്ല മസിലുണ്ട് കേട്ടാ. അതെല്ലാവരും പറയാറുണ്ട്. എന്താണ് ഇവിടെ കാര്യമായിട്ടൊരു ചർച്ച? ഓക്കെടാ, ഞാൻ വീട്ടിൽ പോണു. നിക്കവിടെ, എന്താ പറഞ്ഞുകൊണ്ടിരുന്നു പറ. ഞങ്ങൾ ഡോറയുടെ ബുജ്ജിയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തേ ഇത്രയും വയസ്സായിട്ട് കുട്ടിക്കളിക്കൊരു മാറ്റമില്ല അല്ലടാ? ശാപം. ഓ, എന്താ ഫോറാംസാ? അത് മറ്റേ ബെൻറ്റൻ്റെ ഏലിയൻ്റെ പേരല്ലേ? കണ്ട, വിവരമുള്ളവൻ്റെ അടുത്തേ സംസാരിക്കാൻ പാടുള്ളൂ, മനസ്സിലായ? കണ്ട, അവൻ തന്നെ പറയുന്നുണ്ട് ഇനി അവൻ്റെ അടുത്ത് സംസാരിക്കണ്ട കേട്ടാ. എടാ, ഞാൻ പറഞ്ഞ എനിക്ക് നല്ല മസിലുണ്ട് എന്നാണ്. മസില ഇവനാ? എടാ, അത് ഫുള്ള് സ്റ്റിറോയിഡാണ്, അതറിയില്ല എനിക്ക്. സ്റ്റിറോയിഡാ? പിന്നെ ഞാനൊന്ന് ഉപദേശിച്ചുകൊണ്ട് മാത്രം അവൻ നിർത്തി വെച്ചിരിക്കുകയാണ്. സാബിത്ത്, യു ചീറ്റ്. എടാ, എനിക്ക് സ്റ്റിറോയിഡ് എന്താണെന്ന് പോലും അറിയില്ല കേട്ടാ. ഇവനിക്ക് ഭ്രാന്താണ്. എന്തോന്നാടാ, 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ലേ. ചിലപ്പോൾ വായിക്കാൻ അറിയാത്തോണ്ടായിരിക്കും. എടാ, നീ എങ്ങടാ പോണ്? അവ എവിടേക്കിനും പോട്ടെ, ഞാൻ അവൻ്റെ ബാക്കി സീക്രറ്റും കൂടി പറഞ്ഞുതരാം. എന്ത് സീക്രറ്റ്? അതായത് അല്ല, പിന്നെ കുറെ നേരമായി സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇനി എനിക്ക് വല്ല സംശയം ഉണ്ടറാ? ഇല്ലില്ല. എന്താ ക്ലൈമറ്റ്, ചൂട്. അറിയാം, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഓ, എന്തൊരു വെയിലടാ അത്. നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഷെയറിങ് ഈസ് കെയറിങ് ഇടാ. ചൂട് എനിക്ക് കൊണ്ടാ നീയും കൊള്ളണം, അതാണ് ഫ്രണ്ട്ഷിപ്പ്. മര്യാദയ്ക്ക് നോമ്പ് പിടിച്ച് വീട്ടിലിരുന്ന് കടന്നുറങ്ങേണ്ട ഞാൻ നിന്റെ വാക്കും കേട്ട് നീ സിലിണ്ടർ തരാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എവിടെ? എന്തിനടാ ഗ്യാസ് സിലിണ്ടർ? ഇവിടെ ഇത്രയും വെയിലടിക്കുകയല്ലേ, ഇവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ അപ്പം പുൾസയാവും. ഇത് നിന്റെ മാട്ട കോമഡി ഇവിടെ അടിച്ചു പോരുത് കേട്ടാ. അളയാ, നമുക്കിവിടെ നല്ലൊരു ബംഗ്ലാവ് കിട്ടിയാലോ? ഇവിടെയാ? എന്നിട്ടൊന്നുമല്ല, വെറുതെ കെട്ടി വയ്ക്കാൻ. നീ എന്തിൻ്റെ കല്ല് കൈ പിടിച്ചിരിക്കുന്നു? ആ കല്ല് കഴിഞ്ഞ പ്രാവശ്യം നീ ഒരു കമ്പ് വെച്ചിട്ട് എൻ്റെ തലമണ്ടയ്ക്ക് അടിച്ചു, ഓർമ്മയുണ്ട? അടിച്ചു. അത് നീ എന്നെ കളിയാക്കിയിട്ടല്ലേ? അതെ, കളിയാക്കിയിട്ടാണ്. ഞാൻ കളിയാക്കിയ നീ എന്നെ അടിക്കുമല്ലടാ. ഇവൻ്റെ ശബ്ദം എന്താ മാറി വരുന്നു? തലക്കടി കൊണ്ട് 2 ദിവസമാണ് ഞാൻ ബോധമില്ലാണ്ട് കിടന്ന്. അത് 3 ദിവസമല്ലേ? ഇറ്റ്സ് മൈ ടൈം ടു പ്രതികാരം. യെസ്. ഇനി ഇവിടുന്ന് ശരിയല്ല. പോടാ അവിടുന്ന്.
ഓടണം. എടാ നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? പിന്നല്ല, സംശയമുണ്ടാ അല്ലേ? പിന്നല്ല. ഓക്കെ, അപ്പം ഞാൻ നിൻ്റെ അടുത്ത് ഇവൻ്റെ കൈ മുറിക്കാൻ പറഞ്ഞാൽ നീ ചെയ്യൂ? തലമണ്ട ഞാൻ തല്ലി പൊളിക്കും പന്നി. ശരി, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞാലോ? വെറും പൈസയിൽ ഒതുങ്ങുന്നതല്ല ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. 1,00,000 റെഡി ക്യാഷ് ഇപ്പം തരും. അപ്പോഴോ? നീ ഇവിടെ തന്നെ നിൽക്കണേ, ഞാൻ ഇപ്പം കത്തി എടുത്തിട്ട് വരാം വീട്ടിൽ പോയിട്ട്. എടാ നീ ഓട്ടിട്ടാ? പിന്നെ ഒട്ടിട്ട്. എടാ പിന്നെ നിന്റെ പോക്കറ്റിൽ നിന്ന് അന്ന് എന്തോ ഒരു കാർഡ് താഴെ വീണു. എന്ത് കാർഡ്? എടാ ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡാ? അന്നങ്ങോട്ട് താ, കുറെ നാളെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്. അത് വെച്ചിട്ടാ ഇന്ന് ബിരിയാണി കഴിച്ചത് നമ്മള്. ബിരിയാണിയാ? അതിന്റെ പിൻകോഡൊക്കെ എങ്ങനെ നിനക്ക് കിട്ടി? ആ, പിൻകോഡ് അതെങ്ങനെയാ കിട്ടിയെന്ന് നീ അറിയണ്ട. ഓഹോ, പാര. എടാ നിന്റെ വീട്ടിൽ നിന്ന് ഇന്നാളെ ഞാൻ ബൈക്ക് എടുത്തിട്ട് പോയി. എപ്പോ? ആ പറയണ കേക്ക്. എന്നിട്ട് ഞാൻ ബൈക്ക് എടുത്തിട്ട് ഡ്രും ഡ്രും എന്ന് പറഞ്ഞിട്ട് ഹൈവേ കൂടെ ഇങ്ങനെ ഓടിച്ചിട്ട് പോകുമായിരുന്നു. നോക്കുമ്പോണ്ട് തലയിൽ ഹെൽമെറ്റ് ഇല്ല. അവിടെ നിന്നിട്ട് ഒരു പോലീസ് ഫോട്ടോ എടുക്കണം. എന്നിട്ട് സംഭവം നിന്റെ വണ്ടിയാണല്ലോ, അപ്പം ഇത്തിരി ദിവസം കഴിഞ്ഞാൽ നിന്റെ ഫോണിൽ തന്നെ അത് മെസ്സേജ് വരും. അപ്പോൾ ആ പെറ്റി ഇങ്ങോട്ട് അടച്ചേക്കണേ. ഇതൊക്കെ എപ്പടാ? ആ അത് നീ അറിയണ്ട. എടാ നാറ്, നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞു ആ സാധനം കറക്റ്റ് ആ വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് നീ എന്താ ചെയ്തില്ല? എടാ നീ അയച്ചു തന്ന മാപ്പ് വഴിയാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്തത്. മാപ്പ് ഉണ്ടമ്പുരി അവൻ്റെ. എന്തായാലും ആ ബോക്സിൻ്റെ അകത്ത് എന്തായിരുന്നു? അത് നീ അറിയണ്ടപ്പോൾ. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. നീ ആർക്കാ പാർസൽ തെറ്റി കൊടുത്തതെന്ന് പറഞ്ഞേ? ഒരു റിസ്വാനും സാബിത്തിനും. നീ അവൻ്റെ നമ്പർ അയച്ചിട്ടില്ലേ? ആ അയച്ചിട്ടുണ്ട്. നിക്ക്. ഹലോ, ഇപ്പോൾ കക്കൂസി പോയിരിക്കുകയാണ്. ഓ സോറി, കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. എന്തായി? ആള് കക്കൂസി പോയിരിക്കുകയാണെന്നാ പറഞ്ഞു. കക്കൂസ്? എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആ പാർസൽ പോയി. നല്ല മണം. അതാ പൊതിഞ്ഞതിൻ്റെ മണമായിരിക്കുമടാ. പിന്നെ ആ പാർസൽ കൊണ്ടുവന്നവന്മാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നൈസിലി നീ കക്കൂസി പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ കക്കൂസി പോയിന്നാ? നീ കക്കൂസി പോകണമെന്ന് പറഞ്ഞ പോരെ? പോലെ ഇവിടെ വിളിച്ചു, നിന്റെ പേരിലല്ലേ വന്നത്. അതൊക്കെ പോട്ടെ, അതിൻ്റെ അകത്ത് എന്തായിരിക്കും? അതെന്താണെന്ന് തുറന്നു നോക്കിയാൽ പോരെ? നിക്ക്. എന്താണ്? ചിലപ്പോൾ അത് ബോംബാണെങ്കിലോ? നമ്മളെ കൊല്ലാൻ വേണ്ടി അവന്മാർ അയച്ചതാണെങ്കിലോ? പോടാ അവിടുന്ന്. അങ്ങനെയാണെങ്കിൽ പാർസൽ മാറിപ്പോയി പറഞ്ഞിട്ട് എന്തിനാ അവൻ മെസ്സേജ് അയച്ചത്? നമ്മളെ പറ്റിക്കാൻ, കൺഫ്യൂസ് ആക്കാൻ. പോടാ, വിശ്വസിക്കാനുണ്ടോ? നിക്ക്. എന്താടാ? ചിലപ്പോൾ ഇത് താഴെ വെച്ചിട്ട് പൊട്ടുകയാണെങ്കിലോ? ഇത് വീട്ടിലെടുത്ത സാധനമല്ലടാ, പിന്നെ ഇതുവരെ എന്താ സ്വയം നടന്നു വന്നതാ. ചിലപ്പോൾ ഒരു തവണ എടുത്തിട്ട് രണ്ടാമത്തെ തവണ എടുക്കുമ്പോൾ പൊട്ടുന്ന പോലെ സെറ്റിങ് ചെയ്ത് വെച്ചാണെങ്കിലോ? റിസ്വാനെ, ഞാൻ ഒരു കാര്യം പറയട്ടാ. പറ. നീ മൊണ്ണയാകാൻ ശ്രമിക്കണ്ട, നീ മൊണ്ണ തന്നെയാണ്, മനസ്സിലായ? ഇത് ഞാൻ നിന്റെ അടുത്ത് എപ്പോഴും പറയാറില്ലല്ലോ, നീ അംഗീകരിക്കാറില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കിട്ട് വാങ്ങി. അല്ല പിന്നെ എന്നാട്ടാ? എടാ അവന്മാർ വിളിക്കണു, കോൾ എടുക്ക്. പിന്നെ ഈ പ്രാവശ്യം നീ കക്കൂസി പോയാൽ മതി കേട്ടാ, അല്ലാണ്ട് എന്നെ കൊണ്ട് കക്കൂസി. പിന്നെ ഹലോ, കക്കൂസി പോയിരിക്കുകയാണെന്ന് പറയാനാണെങ്കിൽ പറയണ്ട. എൻ്റെ പാർസൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തെറ്റി വന്നിട്ടുണ്ട്. അതും മര്യാദയ്ക്ക് തിരിച്ചു തന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ തിരിച്ചു തരാൻ നിന്നതാ. അപ്പോഴേക്ക് ഈ സാബിത്ത് തിരിച്ചു കൊടുക്കണ്ട പറഞ്ഞു. കള്ളപ്പായല്. എനിക്ക് മര്യാദയ്ക്ക് ആ പാർസൽ തിരിച്ചു തരുന്ന. അയ്യോ, തിരിച്ചു തരാ അണ്ണാ. പിന്നെ എന്താ വിശേഷം? സുഖമാണ്. കള്ളപ്പന്നി, നാളെ എൻ്റെ ഒരാളങ്ങോട്ട് വരും. അപ്പൊ ആ പാർസൽ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കണം, അല്ലെങ്കിൽ. ഹലോ, ആര് പാർസൽ കൊടുക്കണ്ടെന്നാ പറഞ്ഞേ? ഓ, അത് നീ കേട്ടാ? അത് ഞാൻ നിന്നെ ഒന്ന് മാസാക്കാൻ വേണ്ടി ചെയ്തല്ലടാ. പിന്നെ വേറൊരു കാര്യം, നാളെ ഈ പാർസൽ തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് അയാളുടെ ഒരാൾ വരും കേട്ടാ, തിരിച്ചു കൊടുക്കുക. ഓ, അപ്പോൾ ഇതെന്തായാലും ബോംബല്ല. അപ്പോൾ ഇവനിത് വരാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കുക വൃത്തിയിട്ടവൻ. വന്നാ ഞാൻ എത്ര നേരം എന്നറിയോ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്?
അതിന് നീ ഇപ്പോഴല്ലേ വന്നത്? കള്ളക്കുരങ്ങാടി കണ്ടുപിടിച്ച്. അവന്മാര് വന്നില്ലേ? ഇല്ല, വന്നിട്ടില്ല. കൃത്യസമയത്ത് വരാൻ പറ്റില്ലല്ലോ നാറികൾക്ക്. പറയും പോലെ നമുക്ക് കിട്ടിയ പെട്ടി ഇത്രയും വലിപ്പമില്ലല്ലോ. ആര് പറഞ്ഞു? ഇത് ആ പെട്ടി തന്നെ. പോടാ അവിടുന്ന്. പെട്ടിക്ക് ഡൗട്ട് അടിച്ചോ? ഉടായിപ്പ് അത് എന്നോട്. സത്യം പറ, ശരിക്കത്തെ പെട്ടിയോടെ ബന്ധം നിന്നും കാര്യങ്ങളും ബന്ധം വിഴുങ്ങിയ അത്. പിന്നെ മാറിയ പാർസൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കാൻ പോവല്ലേ? കള്ളപ്പന്നികൾ. അങ്ങനെ ഇപ്പം ഒറ്റയ്ക്കുണ്ടാക്കണ്ട. ഇത് ഇവിടെ ഇരിക്കട്ടെ. പാർസൽ മാറിയെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് നാട് കിടക്കും. എടാ വൃത്തിയായിട്ടവനെ, നീ എന്താ കാണിച്ച്? എന്താടാ ഒറിജിനൽ പെട്ടി എടുക്കട്ടെ, പ്രശ്നമാണോ? എന്തിന് തിരിച്ചു കൊണ്ടുവരുന്നു? എടാ അതേപോലത്തെ പെട്ടി വേണ്ട റെഡിയാക്കാൻ. ഇങ്ങനെ കൊടുത്താൽ ഡൗട്ട് അടിക്കില്ല അവന്മാർക്ക്. പേടിപ്പിക്കാനായിട്ട് പെട്ടെന്ന് തിരിച്ചറിയൊന്നുമില്ല. നോക്കിയോ, പിടിക്കപ്പെട്ട എന്നെ നോക്കണ്ട, ഞാൻ മുങ്ങും. റിസ്വാനെ? ഒരു റിസ്വാനും ഇല്ല. എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ റിസ്വാനും സാബിത്തും? ഇതേതാ ഈ പുതിയ പോക്കിമോൻ? ഞാൻ പാർസൽ തിരിച്ചു കൊണ്ടുപോകാൻ വന്ന ആളാ. എന്താണെന്ന് അറികളെ, പോയിട്ട് വേറെ പണി. പാർസൽ തിരിച്ചു കൊണ്ടുപോകാൻ വന്നാനാ? പാർസൽ കൂടി ഓക്കേടാ. ചേട്ടാ ഇതെന്താ ഭയങ്കര ചെറുതായി പോയ പോലെ തോന്നുന്നു. ഇതിൻ്റെ അകത്തുള്ള സ്റ്റാമ്പ് അവിടെ. പറ്റിക്കാൻ നോക്കുന്ന പട്ടികളെ. നിങ്ങെന്ത് പണിയായി കാണിച്ചത്? പാർസൽ വലിച്ചെറിയ ചെയ്യാ? ഇത് ഒറിജിനൽ പാർസൽ അല്ല. ശരിക്കത്തെ പാർസൽ എവിടെ മിസ്റ്റർ? ശരിക്കത്തെ പാർസലാ? ഞങ്ങളുടെ കയ്യിൽ ഒരു പാർസലേ ഉള്ളൂ, അതാണ് ഇപ്പൊ തന്നത്. അല്ലടാ. ഓഹോ, ബാണ്ടാന്ന് വിചാരിക്കുമ്പോ പട്ടി എവിടാ പാട്ടി? സാബിത്തെ, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കൂടാ. പന്നി മുങ്ങി. കള്ള നമുക്ക് ഓടിപ്പോയി. ശരി, നിന്നെ കൊല്ല. അങ്ങനെ ആ വള്ളിന്ന് രക്ഷപ്പെട്ടു. ആര് പറഞ്ഞു രക്ഷപ്പെട്ടൂന്ന്? ഒറ്റയ്ക്ക് രക്ഷപ്പെടാന്ന് വിചാരിച്ചു ഇല്ലടാ നാറി. എവിടെ പോയാലും സമാധാനം തരരുത് കേട്ടാ. എങ്ങനെ സമാധാനം തരാൻ പറ്റും? ഈ സീരീസിൽ നമ്മൾ രണ്ടുപേരും ഹീറോ ആയി പോയില്ലേ. കൊട്ടത്തേങ്ങ, നീ എടുത്തോ ഹീറോ, ഞാൻ പോണു. ആ രീതി പറയരുത്. എന്നാ ഞാൻ വേറെ രീതി പറയാം. ഞാൻ ഇവിടെ നിന്ന് ബസ് പിടിച്ച് പോകുന്നു. നീ പോയ എൻ്റെ തല പോവും. പോകണം. നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ടുപോയി പെട്ടി വെക്കാൻ? അതൊക്കെ പെട്ടെന്ന് നീ എങ്ങനെ അയാളുടെ ഇന്ന് രക്ഷപ്പെട്ടു? അത് അയാൾ പുറം ചൊറിയാൻ വേണ്ടി ഗണ്ണിങ്ങനെ ബാക്കിൽ ആക്കിയതാ. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി. നല്ലതാ, അത് എപ്പോഴും ഉണ്ടാകുന്ന വിചാരിക്കണ്ട. അറിയാം, അതെപ്പോഴും പ്രവർത്തിക്കില്ല. നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. പിന്നെ നിന്റെ കൂടെയല്ലേ ഞാൻ ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്നത്, വേറെ ആൻറ്റിയും കൂടിയാണോ? ഈ സമയത്ത് തമാശ പറയരുത് കേട്ടാ. എന്നാ ശരി, ഇനി കോമഡി പറയാം. പറഞ്ഞോ, കോമഡി പറഞ്ഞോ. ആ തോക്കും കൊണ്ട് വന്ന വേട്ടാവളിയും നമ്മൾ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊന്നുമില്ല, എന്നെ കൊന്ന നിന്നെയും കൊല്ലും. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പല്ലേ? ഇനിയിപ്പോൾ കൂടെ നിന്നില്ലെങ്കിൽ എൻ്റെ തല പോവും. നിൽക്കാം. അങ്ങനെ വഴിക്ക് വാ. വരാം. ഏത് വഴിക്ക് വരണ്ട്? നീ മണ്ടനാണെന്ന് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാബിത്തെ, നീ പൊട്ടനാണെന്ന് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ, നമ്മൾ രണ്ടുപേരും തగ్గടിച്ച് കളിക്കാണ്ട് ആ പെട്ടിനെ എന്ത് ചെയ്യുമെന്ന് പറയടാ. ആ പെട്ടി അഭിമാൻ്റെ കൈ കിട്ടിയാൽ നമ്മൾ അപ്പം തന്നെ തീരും. നമുക്കൊരു കാര്യം ചെയ്താലോ? ആ പെട്ടി എടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കുഴിച്ചിട്ടാലോ? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യം സിനിമേൻ്റെ ക്ലൈമാക്സ് സീനല്ല. പറയുമ്പോൾ നീ ദൃശ്യം 3 കണ്ട? ഇല്ല. ഞാൻ കണ്ടു. ഇതിൻ്റെ ഇടയ്ക്ക് അതും പോയി കണ്ട. സ്പോയിലർ പറയട്ടെ. ഏത് പറയും? അവസാനത്തെ പറയാം. എടാ, വരുൺ മരിച്ചിട്ടൊന്നുമില്ല കേട്ടാ. അവസാനം ജോർജ് കുട്ടിയും വരുണും മുണ്ട് പറിച്ചടി. പറ്റിച്ചേ, കണ്ടിട്ടില്ല. എടാ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. പറ. എടാ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ പെട്ടി ഒന്നും കൂടി മാറ്റിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചാവാം. എന്നാ നീ ഒറ്റയ്ക്ക് ഉണ്ടാക്ക്. സാബിത്തെ, നീ എനിക്കുള്ളതാടാ. അയ്യേ, തെറ്റിയിരിക്കില്ലടാ നാറി. എടുത്താ അവന്മാര് വിളിക്കുന്നു. ഒരു മിനിറ്റ്. അതെന്താ?
മാസ് ബീജിമടാ. വേറെ ഒന്നും എടുത്താൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് അടിച്ചാലോ. കുറേ ആയി ഇനി ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാണ്ട് എനിക്ക് ഇനി ഉറക്കൂല്ല. നീ ആ ബോക്സ് പൊട്ടിക്കാൻ നോക്കുക. അല്ലടാ, ഞാൻ വെറുതെ പെട്ടിൻ്റെ ചന്തം നോക്കുകയായിരുന്നു. കയ്യിൽ കത്രിയും പിടിച്ചിട്ടാണോടാ ബോക്സിൻ്റെ ചന്തം നോക്കണത്? ആടാ, ഞാൻ പെട്ടി പൊട്ടിക്കാൻ തന്നെയാണ് പോണത്. നിനക്കിത്ര വയ്യേ? ആ പെട്ടി അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ നമ്മളെ വെട്ടും അയാള്. നിന്റെ തലയിൽ എന്താ കളിമണ്ണാ? വെള്ളം കോരി ഒഴിയടാ. ഓ, വലിയ കാര്യമായിപ്പോയി. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നമ്മളെ കൊല്ലാൻ ആളെ വരെ വിട്ടു അയാള്. ഇല്ലടാ, അയാളുടെ പാക്കേജ് കൊടുക്കാണ്ടിരിക്കുമ്പോൾ നമ്മളെ വന്ന് ഉമ്മം വെക്കുമല്ലോ. റിവേഴ്സ് ഇടാം. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ പാക്കേജ് തുറന്നു നോക്കാൻ പോവാണ്. ഈ പെട്ടി തുറന്നു നോക്കാൻ പോവാണ്. സാബിത്തെ തമാശ കളിക്കരുത്. പോടാ. ഓഹോ, എന്നാ ഞാനും കാണൂടാ. അല്ല, എന്തായാലും നിന്നെ കൊല്ലുമ്പോൾ എന്നെയും കൊല്ലുമല്ലോ. എന്നാ പിന്നെ കണ്ടിട്ട് ചാവാ. കരിമാക്ക് വെച്ചൊന്നും പറയാതിരിക്കണ കോപ്പേ. എന്താണോ എന്താടാ? എന്നാ നോക്ക്. ഓവർ റിയാക്ഷൻ ഉണ്ടോ? എന്താ ഇതിൻ്റെ അകത്ത്? എവിടെ? നമസ്കാരം, പാഴക്കുല ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനവാസ കേന്ദ്രത്തിൽ നിന്ന് പുലി ചാടി ഇറങ്ങിയിരിക്കുകയാണ്. ആ പുലിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ വീട്ടിൽ പോയി അത് അവന്റെ സ്വന്തം വീടാണെന്ന് കരുതി അവന്റെ സോഫന്റെ അടിയിൽ പോയി കിടക്കും. രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുക. ഇവിടെ അതിനെക്കാട്ടും വലിയ പ്രശ്നം നടക്കാൻ പോവാ. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ പുലി. ഇത് എൻ്റെ ചാനലാ, ഞാൻ ഇഷ്ടമുള്ളത് പറയും. നീ ആണെങ്കിൽ ചാനൽ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ TV ഓഫാക്കി ഇറങ്ങി പോടാ. ന്യൂസ് ചാനലുകാർ വരെ തെറി വിളിക്കാൻ തുടങ്ങിയ. എന്താ അയാള് വരാറായ? ഇപ്പം വരുന്നാ പറഞ്ഞത്. നിനക്കൊരു പേടിയൊന്നുമില്ലേ? എന്തിന്? എടാ, അയാളുടെ പെട്ടിയാളാ നമ്മൾ തുറന്നു നോക്കിയിരിക്കുന്നത്. അയാളെങ്കിലും അത് അറിഞ്ഞ. ഞാൻ ഇന്നലെ രാത്രി 5-6 വട്ടം ബാത്റൂമിൽ പോയിരുന്ന് കരഞ്ഞതാണ്. വീണ്ടും വീണ്ടും കരയാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല. അയ്യേ, എന്തയ്യേ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ആ ബോക്സ് നമ്മുടെ കയ്യിൽ വെക്കാന്ന്. ഡാടാ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അയാൾക്കത് കൊടുക്കാം. പിന്നെ അതിന്ന് എന്തെങ്കിലും മിസ്സായ അയാൾ കൊല്ലുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കൊല്ലും പന്നി. നീയാണ് ഇതിനെല്ലാത്തിനും കാരണം. എന്തെടുക്കാൻ? അതിൻ്റെ അകത്ത് അതിന് എന്താ ഉള്ളത്? പറയും പോലെ അതെടുത്തിട്ട് നമുക്കെന്ത് കിട്ടാനാ? ഒന്നും കിട്ടാൻ പോണില്ല. എന്താടാ? അങ്ങട് നോക്ക്. എങ്ങട്? പുല്ല് കണ്ണും കാണുന്നില്ല. ഹലോ ബോയ്സ്, ഇനി ഇവിടെ നിന്നേക്കാം, അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരവും. എന്തത്? നിരങ്ങി ഇങ്ങോട്ടാ വരുന്നു. ഞാൻ എൻ്റെ ബോക്സ് എടുക്കാൻ വേണ്ടി വന്നതാ. ബോക്സ് കൊടറാ. എവിടെയാ വെച്ചത്? അതാ. എന്നാ, താങ്ക് യു. എന്തൊരു വലിവ്. ഈ കൂച്ചി പിടിച്ചൊന്ന് തോന്നുന്നു. വടംവലിക്ക് കൊറങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടാ. ദേ പോയി. അത് ശരി, നിങ്ങളിത് പൊട്ടിച്ച് നോക്കിയല്ലേ? അപ്പം ചവ റെഡി ആയിക്കോ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റിലാക്സ്. എനിക്ക് പെട്ടി കിട്ടിയല്ലോ, ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞോ. റിലാക്സ് ആകാൻ പറ്റുമോ? ആടാ, നീ റിലാക്സ് ആയിക്കോ, അയാളൊന്നും ചെയ്യൊന്നുമില്ല. നിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്ക് വട്ടാണ് കേട്ടാ. പെട്ടിൻ്റെ അകത്ത് ആരെങ്കിലും മണ്ണ് കൊണ്ട് കിടക്കൂടാ, മരം മണ്ട. തൊള്ളയും മൂട്ടി മുണ്ടായില്ലടാ പന്നി. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. അതിൻ്റെ അകത്ത് വല്ല ഗോൾഡോ മറ്റോ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി അതെടുത്ത് മുങ്ങാൻ തന്നെയാണ് പ്ലാൻ ഇട്ട്. ഇനി നീ വായ തുറന്ന് എൻ്റെ വായിൻ്റെ അകത്ത് ഞാൻ വെടിവെക്കും. മോഞ്ചി. സാറേ, പെട്ടെന്ന് തോക്കൊക്കെ. എടാ, നിനക്കൊക്കെ ഈ മണ്ണിന്റെ വില എന്താണെന്ന് അറിയോടാ? ഇവിടെ ഞങ്ങൾ പുറത്ത് പോയി തോണ്ടിയെടുക്കാറ പതു. അല്ലടാ, മണ്ണിന് വിലയൊക്കെ ഉണ്ടോ? അറിയില്ല. എൻ്റെ കാമുകി അവസാനമായി എനിക്ക് ടാറ്റായും കാണിച്ചിട്ട് മണ്ണി ചവിട്ടിയിട്ട് ഫ്ലൈറ്റിൽ കയറി. ആ മണ്ണാടാ ഞാൻ ഇതിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഭാഗ്യത്തിന് മണ്ണി ചവിട്ടി. ചാണകത്തി വല്ലതും ചവിട്ടിയാണെങ്കിൽ
ഇത് ഏതോ ഒരു സിനിമയിലുണ്ടല്ലോ. ഇത് ഏത് സിനിമയിലും ഇല്ല, ഇത് എൻ്റെ കഥയാണ്. ശരി ശരി ശരി, ഏത് സിനിമയിലും ഇല്ല. പെട്ടി കിട്ടിയില്ലേ, ഇനി കൊണ്ടുപോക്കൂടെ? മണ്ണിൻ്റെ അകത്ത് എന്താണെന്ന് അവന്മാർ അറിഞ്ഞിട്ടില്ല, മണ്ടന്മാരെ. മിസ്റ്റർ റിസ്വാൻ ആൻഡ് സാബിത്ത്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു ഗാങ്സ്റ്ററാണ്, അല്ലാതെ റേഷൻ കടയിൽ നിൽക്കുന്ന ആളല്ല. അപ്പോൾ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാതെ ഇവിടുന്ന് പോകാനും പറ്റില്ല. അതിനിടയ്ക്ക് റൂളും മാറ്റിയ. ഓഹോ, എന്താ കൃത്യനിഷ്ഠത. സോ എങ്ങനെയാ, ചാവ റെഡിയല്ലേ? ഞാൻ നിൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞതാണ് ഈ പെട്ടി എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയേക്കാന്ന്. കേട്ടില്ല. വീട്ടിലായതുകൊണ്ടാണ് വെടിവെച്ച് കൊല്ലണത്. പുറത്തെവിടെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയിരുന്നെങ്കിൽ മിസൈൽ വിട്ട് പോകുന്ന ഒരു ഉണ്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് മിമിക്രീം ചെയ്യുന്നടാ പന്നി. ഞാനൊന്നും ചെയ്തിട്ടില്ല. അതെന്താ അടിന്നാണോ? പിന്നെ ഇതെവിടുന്നാ? ഷോഫിൻ്റെ അടിയിൽ നിന്നാണല്ലോ ശബ്ദം കേൾക്കണത്. അതെ അതെ, ഇവന്മാരെന്തിനാ ഷോഫിൻ്റെ അടിയിൽ നോക്കണത്? ഇനി അടുത്ത തരികയുടെ വല്ലതുമാണോ? എടാ എന്നെയും കൂടി കൊണ്ടുപോടാ. എടാ കോപ്പേ, എടാ ഇത് നിങ്ങളുടെ പൂച്ചയല്ലേ? എടാ ഓടല്ലേ, ഇത്രയും സൈസുള്ള പൂച്ചയാ. നടന്നു വരുന്ന അരകരുത് കയ്യിൽ തോക്കാനുള്ളത് ഉണ്ടയില്ല കേട്ടാ. അയ്യോ എന്റെ ഡയമണ്ട്സ്, അയ്യോ അത് പോയി 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 പോയി. കളിക്ക്. വണ്ടി എടുത്ത് രക്ഷപ്പെട്ടുകൊണ്ട് പുലിൻ്റെ എസ്കേപ്പായി. ഇതേതാ സ്ഥലം മനസ്സിലാകുന്നേ ഇല്ല. അത് എവിടെ എത്തിന്ന് കിണ്ടി. വെപ്രാളത്തിൽ ഓടി വന്നതുകൊണ്ട് എവിടെയാ സ്ഥലം എന്ന് മനസ്സിലാകണില്ല. സാബിത്തെ അവൻ കയറിയില്ലേ? അപ്പം അവനെവിടെ? പന കാവർക്കിനെ ഇവിടെ നിന്നിട്ട് ഒന്നാമത് ഓടി വയ്യാണ്ടായി. ഇനി ഐസ്ക്രീം കഴിച്ചിട്ട് തരാം.